വിധവാ പെൻഷൻ ലഭിക്കാത്ത മറിയക്കുട്ടിയും കൂട്ടുകാരുടെയും ചരിത്രങ്ങൾ കേരളത്തിന് മുഴുവൻ പാട്ടാണ്. അവർ ഭിക്ഷയെടുത്തു. 3 മാസം 1600 രൂപ വെച്ച് അവർക്ക് കിട്ടേണ്ട വിധവാ പെൻഷൻ ലഭിച്ചില്ല. അവർക്ക് വേറെ ഒരു വരുമാനമില്ല, കയറി കിടക്കാൻ വീടില്ല. അവരെ അപഹസിച്ചുകൊണ്ട് ദേശാഭിമാനി ചീഫ് എഡിറ്ററും മറ്റും അവർക്ക് വീടുണ്ടെന്നും വിദേശത്ത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നും ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ബാലൻസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു വെച്ചു. ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. രാഷ്ട്രീയ പ്രേരിതമായി ദേശാഭിമാനിയിൽ അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഹൈക്കോടതിയിൽ ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ മുമ്പിൽ അവർക്ക് പെൻഷൻ കിട്ടാത്തതിന് അവർ കൊടുത്ത പരാതിയിൽ ചില പരാമർശങ്ങളുണ്ടായി. കാരണം ഭരണത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ശരി, ഭരണഘടനാപരമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവർക്ക് ലഭിക്കുന്ന ആ പോസ്റ്റിൻ്റെ മഹിമ അവർ കാത്തു സൂക്ഷിക്കണം. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ നീതി നടപ്പാക്കുകയും എല്ലാവരെയും ഒരുപോലെ ക്ഷേമ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കുകയും ചെയ്യേണ്ട ചുമതല ഇവർക്കുണ്ട്. ഹൈക്കോടതിയിൽ ഇന്നത്തെ വാദഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗം വാദിച്ചത് വളരെ പാപ്പരത്വമായി പോയി. അവർ ഇന്ന് ഹൈക്കോടതിയിലെ ഈ കേസ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഭാഗം വക്കീൽ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അവരുടെ വാദഗതി. 3 മാസത്തെ 1600 രൂപ വെച്ചിട്ടുള്ള പെൻഷൻ കൊടുക്കാനുള്ള സത്യം അത് നമ്മൾ മറക്കരുത്. അവർ വേറെ എന്ത് ചെയ്യാനൊക്കും? അവർക്ക് 5 പൈസ കയ്യിലില്ല. അവർക്ക് വേണ്ടി ചില സാമൂഹിക പ്രവർത്തകർ ഹൈക്കോടതി കേസ് കൊടുത്തു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഇന്നത്തെ ചില വിമർശനങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കും. കാരണം അദ്ദേഹം ചോദിച്ചു, 1600 രൂപ പെൻഷൻ കിട്ടുന്നവർ ആകെ അതേ ഉള്ളൂ ജീവിതത്തിൽ വരുമാനം, അത് 3 മാസം മുടങ്ങി, അവരെങ്ങനെ ജീവിക്കും എന്ന് സർക്കാർ നോക്കുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് മാത്രമാണ് പെൻഷൻ റെഗുലറായിട്ട് കിട്ടുന്നതെന്നാണ് സർക്കാരിൻ്റെ വാദഗതി. അത് അംഗീകരിച്ചിരിക്കുന്നു. ബാക്കി ഓരോ ഭാഗത്തും ആ പെൻഷൻ കിട്ടേണ്ടവർക്ക് പ്രത്യേക സർക്കാർ ഓർഡർ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ പ്രത്യേക ഓർഡർ ഇടണമെങ്കിൽ സർക്കാരിന് ആവശ്യം അവർക്ക് കൊടുക്കാനുള്ള പണം ട്രഷറിയിൽ ഉണ്ടായിരിക്കണം. അതില്ല. വിധവാ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള ഷെയർ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇപ്പം പണമില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. 1600 രൂപ വെച്ചിട്ട് 3 മാസത്തെ അവർക്ക് കൊടുക്കാനുണ്ട്. അവരുടെ കൂട്ടുകാരിക്കും 3 മാസത്തെ ലഭിക്കാനുണ്ട്. ഇത് നമുക്ക് തോന്നുമ്പം 1600 രൂപ വെച്ചിട്ട് സർക്കാർ ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സമാനഗതിയിലുള്ള ധാരാളം പേര് ഇതേ റിക്വസ്റ്റ് ആവർത്തിക്കും. സർക്കാർ വീട്ടിലാവും. സർക്കാരിനും പൊതുവായി ആ 1600 രൂപ വെച്ചിട്ട് കേരളത്തിലെ വിധവാ പെൻഷൻ കിട്ടാത്തവർക്കെല്ലാം 1600 വെച്ച് കൊടുക്കാൻ ഒറ്റ ഓർഡർ ഇടാനേ കഴിയുള്ളൂ. അങ്ങനെ കൊടുക്കാനൊക്കുള്ളൂ. വേറൊരു ഫണ്ട് മറിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു പരിതാപകര അവസ്ഥയിൽ അടിമാലി പഞ്ചായത്തുകാർ ചെയ്യേണ്ടത്, പഞ്ചായത്തിലെ തീർച്ചയായിട്ടും സ്വയം ഭരണ സ്ഥാപനമാണ്. അവിടുന്ന് അവർക്കൊരു അണ്ടർടേക്കിംഗ് എഴുതി വാങ്ങിച്ച് അവർക്ക് 1600 രൂപ അവിടുത്തെ കൗൺസിലർ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ അവരെ കയ്യിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ കൊടുക്കണം. ഇവർക്ക് ആ പണം കിട്ടുമ്പം തിരിച്ചു തരാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ആ പാവം പട്ടിണി കൂടാതെ അവർ രണ്ടുപേരും കിടക്കട്ടെ. അതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിന് അവർ വക്കീലന്മാരിൽ നിന്ന് പിരിവെടുത്ത് ഞങ്ങൾ കൊടുക്കണമോ? കാരണം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ക്രിസ്മസ് കാലമാണ്. ആ കാലത്ത് ഒരാഴ്ചത്തേന് അവർക്ക് വീട്ടിലെ സന്തോഷത്തിൻ്റെ ഒരു നാളുകൾ വരേണ്ടതാണ്. 5 പൈസ പോലും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അവർ മനുഷ്യനാണെന്ന കാര്യം സർക്കാർ മറന്നുപോയി. അവർ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് വളരെ ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ മതക്കാരെയും, എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെയല്ലേ സർക്കാർ കാണണ്ടേ? സർക്കാരിൻ്റെ വാദഗതി ആ വിധം താന്നു പോകരുതായിരുന്നു. അത് പറയരുതായിരുന്നു സർക്കാരിന് വേണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിലെ അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അവർക്ക് തൽക്കാലം ഇവർക്ക് ഇതുപോലെ അധോഗതിയിലോട്ട് പോയ ആൾക്കാർക്ക് വേണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഫണ്ട് കൊടുത്തിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്ന മുറയ്ക്ക് ആ ഫണ്ട് തിരിച്ചെടുക്കാം. അങ്ങനെ സഹായിക്കാമായിരുന്നു. അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതായിരുന്നു നല്ലത്. സർക്കാരിന് വേറെ പൊതുവായിട്ട് ഇവർക്ക് മാത്രം കൊടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഒന്നിച്ചേ കൊടുക്കാൻ കഴിയുള്ളൂ.
1 മാസത്തെ ആയാലും 2 മാസത്തെ ആയാലും കേരളത്തിലുള്ള വിധവാ പെൻഷൻകാർക്കും അതുപോലെ ഈ പെൻഷൻ കിട്ടുന്നവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാകുമ്പം അത് കോടിക്കണക്കിന് രൂപ സർക്കാരിന് ആവശ്യമായി വരും. അതുകൊണ്ട് സർക്കാരിന് മറ്റ് മാർഗങ്ങൾ അൺഒഫീഷ്യലായിട്ടോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഇതുപോലെയുള്ള പാവങ്ങൾക്ക് പട്ടിണി കൊണ്ട് മരിക്കാതിരിക്കാൻ ആ പണം കൊടുക്കുന്നത് വേറെ രീതിയിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെയുള്ള പട്ടിണി പാവങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്ന പ്രവർത്തനം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നോക്കേണ്ടതാണ്. അവിടുത്തെ കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ അംഗങ്ങളും ഇവർക്ക് പണം കൊടുത്തിട്ട് അവർക്ക് സർക്കാരിൽ നിന്ന് പണം കിട്ടുമ്പോൾ കൊടുക്കാനായി സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരുന്നു നല്ലത്. ദേശാഭിമാനി ചീഫ് എഡിറ്റർക്കും 4 പേർക്കും എതിരായിട്ട് ഒരു മാനനഷ്ട കേസ് അവർ മറിയക്കുട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റിനും 6 പേർക്കും എതിരായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കൂടെ അടിമാലിയിലെ അവിടെ പ്രതീഷ് പെഹെ എന്ന വക്കീൽ മുഖേന ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ രാഷ്ട്രീയക്കാരാണ് സഹായിക്കുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെൻഷൻ ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന രാഷ്ട്രീയ ചിന്ത ചിലപ്പം ഭരണകക്ഷത്തോട് അനുകൂലമായിരിക്കത്തില്ല. പക്ഷേ അവിടുത്തെ മജിസ്ട്രേറ്റ് എന്തായാലും നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലിജോ ജെയിംസ് എന്ന അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയിലെ ആ വാദഗതി തരം താന്ന വാദഗതിയായിപ്പോയി. അതൊരിക്കലും പറയാൻ പാടില്ല. ജഡ്ജിനെ അത് പ്രകോപിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു. കാരണം അദ്ദേഹം മനുഷ്യനാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ പറഞ്ഞ വാദം ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു പരാതി സർക്കാരിനെതിരെ കൊടുത്തു എന്ന് വിചാരിച്ചാൽ അവരെ 3ാം കിട പൗരന്മാരായിട്ടോ രാഷ്ട്രീയത്തിൻ്റെ എതിർചേരി നിൽക്കുന്നവരായിട്ട് ചിത്രീകരിക്കാനോ പറയാനോ സർക്കാരിലുള്ളവർക്ക് പറയാൻ പാടില്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾക്കോ ആ രാഷ്ട്രീയയുടെ നേതാക്കന്മാർക്ക് പറയാം. പക്ഷേ ഒരു സർക്കാരിൻ്റെ ഉദ്യോഗം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണഘടനാപരമായ പൊസിഷൻ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അഡ്വക്കേറ്റ് ജനറലിനോ അതുപോലെയുള്ളവർക്ക് ആർക്കും അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വളരെ മോശമായി പോയെന്ന് തന്നെ പറയാനൊക്കുള്ളൂ. ഏതായാലും അവർക്ക് സർക്കാർ ഹൈക്കോടതിയിലെ ജസ്റ്റിസിന് മുമ്പാകെ മറ്റു മാർഗങ്ങൾ തേടി അവർക്ക് തൽക്കാലം അവർക്ക് റിലീഫ് കൊടുക്കാനുള്ള നടപടി എടുക്കുന്നുണ്ടെന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹം പറയുന്ന 86 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അതിനകത്ത് വേന്ദ്ര വിഹിതവും മറ്റു വിഹിതവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷെ അവർ പട്ടിണിയിലോട്ട് പോവുകയാണ്. അവർ പട്ടിണിയിൽ കിടക്കുന്നവരാണ്. കാരണം ഇന്ന് ഇത് പറയുമ്പം ഈ സർക്കാരിൻ്റെ ഈ ഹൈക്കോടതിയിലെ വാദഗതി നടക്കുമ്പം ഒരാൾ പട്ടിണി കൊണ്ട് ഇപ്പം സർക്കാർ പെൻഷൻ കിട്ടാതെ ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം ഇതുപോലെ ധാരാളം പേര് നമുക്കറിയാം സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സർക്കാർ എന്തായാലും ഇവർക്ക് അവരെ ആ സ്ത്രീകൾക്ക് മറ്റേതെങ്കിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് ഫണ്ട് കൊടുത്ത് അവരെ സഹായിച്ചിട്ട് ആ ഫണ്ട് തിരിച്ചു വാങ്ങാനുള്ള നടപടി എടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.